അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ സെമീറക്കുള്ള ഒരു വീഡിയോയാണ്. സെമീറ ഇന്നലത്തെ ലൈവിലും മെനഞ്ഞാത്ത ലൈവിലൊക്കെ പറയുന്ന സെമീറ ഒരു മക്കളെയും പറഞ്ഞിട്ടില്ലെന്ന്. സെമീറയല്ലേ യൂട്യൂബിനകത്ത് ഫസ്റ്റ് വന്നിരുന്ന് ദേവൂട്ടിക്ക് തള്ള ഇന്നത് കൊടുത്തെന്ന് പറയുന്നത് അല്ലേ? എന്നിട്ട് നീ പറയുന്നത് ഇപ്പോൾ സുനിത കാസിമാന്ന് അല്ല, നീയാ പറഞ്ഞത്. അതേപോലെ അനുവിൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞാന്ന് അനു അറിഞ്ഞിന്ന്, അല്ലാതെ അനു കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അനുവിൻ്റെ ലൈവിൽ നല്ല വൃത്തിയായിട്ട് അനു പറഞ്ഞിട്ടുണ്ട്. നീ തന്നെ വന്നിരുന്ന് ഈ കള്ളങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് നീ പറയും ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല, അവളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന്. തനൂജ എന്ന് പറയുന്ന വ്യക്തി എന്നാ നിന്നെ ചീത്ത വിളിച്ചിട്ടുള്ളത്? ഒരിക്കലും വിളിച്ചിട്ടില്ല. നീയാണ് ആദ്യം സനുവിൻ്റെ ലൈവിൽ കയറി നീ ചീത്ത വിളിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം നീ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബ് ചാനലിൽ വന്ന് കിടന്ന് നീ ചീത്ത വിളി തുടങ്ങി. എന്നിട്ട് ഇപ്പം നീ വന്നിരുന്ന ഈ കള്ളത്തരങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? നാക്കെടുത്ത കള്ളത്തരം പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്രയും പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയുന്നൊരു സ്ത്രീയാണ്. ആരുണ്ട്? അവരെ എല്ലാം പിടിച്ച് അടുപ്പിച്ചിട്ട് അവരെയൊക്കെ പിന്നെ തെറ്റിപ്പിരിയിപ്പിച്ച് വിടുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അതേപോലെ ഇപ്പം നിങ്ങൾ മംഗോളിപ്പോത്തിനെ പിടിച്ചേക്കുക. മുംതാസുമായിട്ടൊന്ന് തെറ്റിട്ടെ, നിങ്ങൾ മുംതാസിനെ പറയാൻ പോകുന്നതൊക്കെ മുംതാസ് കാണാനിരുന്ന് ഉള്ള കാഴ്ചകളാണ്. അന്ന് മുംതാസ് നിങ്ങളെ തിരിച്ചു പറയും, പറയാതിരിക്കത്തില്ല. നിങ്ങൾ അന്ന് 3-4 ദിവസമാകും തനൂജയുടെ ലൈവിൽ കയറി നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ വേടെന്തുവാ? ഇന്ന സ്ത്രീയെ നീ എന്തിനാടി എന്നെ പറയുന്നതെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവിൽ തനൂജയെ പറയാം, പക്ഷേ തനൂജയ്ക്ക് നിങ്ങളെ പറഞ്ഞുകൂടാ. അത് എവിടുത്തെ ന്യായവാ? ഇത് വെള്ളരിക്കപ്പെട്ടണമാണോ സ്ത്രീയെ? ഇപ്പം വീണൊരു കാര്യം പറഞ്ഞപ്പോഴത്തേ വീടിൻ്റെ ലൈവിൽ കയറി മെസ്സേജ് ഇടുന്നതുണ്ട്, നീയും ഒരു മംഗോളിപ്പോത്തിൻ്റെ സ്ഥലത്ത് വന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം മംഗോളിപ്പോത്ത് എങ്ങനെ ആയിരുന്നെന്ന്. മുംതാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം അറിയണമെങ്കിൽ ഇരേപുരം ബസ് സ്റ്റാൻഡ് അല്ല ആട്ടോ സ്റ്റാൻഡിൽ വന്ന് തിരക്കിയാൽ മതി. നീയൊക്കെ 2-3 കെട്ടിയല്ലോ, എന്നിട്ട് പിന്നെ വന്നിരുന്ന പതിവ്രതകളെ കണക്ക് സംസാരിക്കേണ്ട കാര്യം എന്തുവാ? ആദ്യമേ നമ്മൾ എന്താണെന്ന് ചിന്തിക്കുക, എന്നിട്ട് വേണം വേറൊരാളെ വന്ന് കുറ്റം പറയാൻ. നിരന്തരം സനു എന്ന് പറയുന്ന പാണ്ടിച്ചി, മംഗോളി മുംതാസ്, സെമീറ, പിന്നെ ഷെഫീന ബീവി, നിങ്ങൾ ഇത്രയും പേരുമാണ് ആ കൊച്ചിനെ ആക്ഷേപിച്ചിട്ടുള്ളത്. ആ ഷെഫീന ബീവി തനൂജ അവരെ വീട്ടിൽ ലൈവ് ഇവിടെ കോട്ടയത്ത് ചെല്ലുമ്പോൾ തന്നെ അതിനു മുമ്പ് ഒരു 10 മിനിറ്റിന് മുമ്പ് അവർ ആ ലൈവിൽ ആ കുഞ്ഞിനെ എന്തൊക്കെയാണ് പറഞ്ഞു? പാല് കൊടുത്തെന്നും പറഞ്ഞു. നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇപ്പോൾ പറയുന്നത് സുനിത കാസിമ പറഞ്ഞിരുന്നു. സെമീറ വന്നിരുന്ന് കള്ളത്തരം പറയുന്നതിനായിട്ട് കുറച്ച് ആളുകൾ കയറി അങ്ങ് കമൻ്റ് ഇടും. ആൺസി, ഒരു ചിമ്പു, പിന്നെ ഒരു സുനിൽ കുമാർ, ഒരു ശ്രീതിലകം. നാണമില്ലേ സ്ത്രീ പുരുഷ? നിങ്ങൾക്ക് ഇവളെയൊക്കെ ചാനലിൽ കയറിയിരുന്ന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ അനാവശ്യം പറയാനായിട്ട്. ചിമ്പു എന്ന് പറയുന്ന വ്യക്തി ഇവിടുന്ന് അനാവശ്യങ്ങൾ അതേപോലെ കൊച്ചിനാ മറ്റേത് കൊടുത്ത് എടുത്തുവിടുന്ന. നീ പെണ്ണാണെങ്കിൽ നിനക്ക് മക്കളില്ലേടി? എടി സ്ത്രീയെ, അനാവശ്യങ്ങൾ വന്നിരുന്നത് കമൻ്റ് ഇടാനായാലും എന്തായാലും ഓരോരുത്തരും ഒതുങ്ങി വരുമ്പോഴത്തേ. എന്നാലും സെമീറ എന്ന് പറയുന്ന വ്യക്തി ഒതുങ്ങത്തില്ല കേട്ടോ. അത് വേറെ ഒരു ടൈപ്പ് സ്ത്രീയാണ്. അവർ ഒരിക്കലും ഒതുങ്ങത്തില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് സൈക്കോയും കൂടെ, അല്ലാതെ വേറൊന്നുമല്ല. അവർ അങ്ങനെയുള്ളതായതുകൊണ്ടാണ് അവർ ചിലപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറയും ദേവുവിനെ ഒന്നും പറയത്തില്ല, പിറ്റേന്ന് അവർ വന്നിരുന്ന് പറയുന്നത് ഇത് തന്നെ. എന്നിട്ട് പറയുന്ന നിയമപരമായിട്ട് അവർ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ പോയെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഈ ചാനലിൽ വന്നിരുന്ന് യൂട്യൂബിനകത്ത് വന്നിരുന്ന് ഇവരെ കഥകൾ പറയാൻ നിൽക്കുന്നത്? നിയമപരമായിട്ട് പോയി ഇതായാൽ പോരെ? അവിടെ 2 കൂട്ടരെയും വിളിപ്പിക്കുമല്ലോ. കുഞ്ഞിനെ കൗൺസിലിങ് ചെയ്യുമ്പം കുഞ്ഞ് പറയുമല്ലോ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്കൊരു പീഡനവും ഏറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ നീയൊക്കെ അകത്താവത്തേ ഉള്ളൂ. ആ കൊച്ചിൻ്റെ ഇത് വെച്ചൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പൊന്നു മക്കളെ അഴിയെണ്ണേണ്ട വരും കേട്ടോ. വെറും വൃത്തികെട്ട സ്ത്രീയാണ് ഈ സെമീറ എന്ന് പറയുന്ന സ്ത്രീ ഈ യൂട്യൂബ് ചാനലിൽ. എന്നിട്ട് അവൾ പറയുന്ന അവളെ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പറഞ്ഞെന്ന് അവൾ നല്ലൊരു സ്ത്രീയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാം ജെനു ആണെന്ന്. നീ എന്തോ ചെയ്യുന്നത് ജെനു? നീ ഒന്നും ചെയ്യുന്ന ജെനു അല്ല, നീ പറയുന്ന മൊത്തം കള്ളത്തരമാണ്. ഒരു പേപ്പറും കൊണ്ടുവന്ന് കാണിച്ചിരുന്നിട്ട് ഈ കള്ളത്തരങ്ങൾ പറയുന്നതല്ല നല്ലത്. നീ വന്നിരുന്ന് ലോകം മൊത്തം കള്ളത്തരങ്ങൾ തന്നെ നീ പറയുന്നത്. അതിനേറ്റ് നിനക്ക് കുറച്ച് ആൾക്കാരും ഉണ്ട്, ഒരു ആൻസി അങ്ങനെയുള്ളവളുമാർ നിന്നെ സപ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ളവരൊന്നും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. നീ പറയുന്ന നിനക്ക് യൂട്യൂബിൻ്റെ വരമാന്യം വേണ്ട, ഞാൻ വന്നത് തനൂജ എന്നെ ചീത്ത വിളിച്ച. ഒരിക്കലും തനൂജ ചീത്ത വിളിച്ചില്ലെന്ന് ഞങ്ങളെ കണക്കുള്ളവർ പറയും.
ഏതെങ്കിലും ഒരു ലൈവ് സെമീറായെയോ മുന്താസിനെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കുക. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ കാണിക്കാം. അങ്ങനെയൊന്നും കാണിക്കാൻ നിനക്കൊന്നും പോക്കില്ല. നീയൊക്കെ വെറും വൃത്തികെട്ട സ്ത്രീ. അയ്യോ, ഇങ്ങനെയുണ്ടോ? നാളെ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഈ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നതിന് നീയൊക്കെ അനുഭവിക്കാതിരിക്കത്തില്ല. നിൻ്റെയൊക്കെ വയറ്റിൽ നിന്ന് വന്നിട്ട് ഒരേ പെൺകുഞ്ഞുങ്ങളുണ്ട്. അന്നേരം അതിൽ നിന്ന് നീയൊക്കെ അനുഭവിക്കും. ഒരിക്കലും അനുഭവിക്കാതിരിക്കത്തില്ല. ആദ്യം പോയി സ്വന്തം മക്കളെ നോക്കാൻ നോക്ക് സെമീറ. എന്നിട്ട് വേണം വേറൊരു കുഞ്ഞിന്. അവർ മുലപ്പാൽ കൊടുത്തെങ്കിൽ അവർ കൊടുത്തിട്ടിരിക്കട്ടെ. നിനക്കെന്തോത്തിൻ്റെ അതൊക്കെയാടാ? വെറും വൃത്തികെട്ട സ്ത്രീ. ഒരു കുഞ്ഞിനെ തള്ള പീഡിപ്പിക്കുമെന്ന് പറയാൻ നിനക്ക് നാണവും മാനവും ഇല്ലേ? ഒരാണോ, ഒരു തന്തയെന്ന് പറയുന്ന ഒരു ആണായിരുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇതൊരു പെണ്ണ്. വെറും വൃത്തികെട്ട. ഇങ്ങനെയും വന്നിരുന്ന് യൂട്യൂബിനകത്തിരുന്ന് കള്ളത്തരങ്ങൾ വിളിച്ചു പറയൂ. ആദ്യം പോയി കുടുംബം നോക്ക്. എന്നിട്ട് വേണം വേറൊരാളെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കാൻ. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ.